നമസ്കാരം. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിക്കായി പുതിയ സമാധി മണ്ഡപം ഒരുങ്ങി. വീട്ടുവളപ്പിൽ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയ കല്ലറയുടെ അതേ സ്ഥലത്താണ് ഋഷിപീഠം എന്നുപേരുള്ള പുതിയ മണ്ഡപം നിർമ്മിച്ചത്. വിപുലമായ ചടങ്ങുകളാണ് കുടുംബവും ഹിന്ദു ഐക്യവേദി, VSDP ഉൾപ്പെടെയുള്ള സംഘടനകളും ഒരുക്കിയിരിക്കുന്നത്. വീടിന് മുന്നിൽ പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മോർച്ചറിയിൽ നിന്ന് 2 മണിയോടെ മൃതദേഹം പുറത്തെടുത്തു. സമാധി വിഷയം വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് ഗോപന്റെ മകൻ സനന്ദൻ പറഞ്ഞു. വൈകാരികമായി നടത്തിയ പ്രതികരണമാണത്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സനന്ദൻ പറഞ്ഞു. പിതാവിനെ മക്കൾ സമാധിയിരുത്തിയ സംഭവം വിവാദമായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തിരുന്നു. ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപന്റെ മരണകാരണം വ്യക്തമല്ലെന്നാണ് പോലീസ് പറയുന്നത്. ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിച്ചാലേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ സംഘം പോലീസിനെ അറിയിച്ചു. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ശരീരത്തിൽ ക്ഷതമോ മുറിവുകളോ ഇല്ല. മരണം നടന്ന സമയത്തെക്കുറിച്ചും അവ്യക്തതയുണ്ട്. തലയിൽ കരുവാളിച്ച പാടുകളുണ്ട്. മരണകാരണം കണ്ടെത്താൻ 3 പരിശോധനാ ഫലങ്ങൾ പുറത്തുവരണം. ശ്വാസകോശത്തിൽ ഭസ്മം കലർന്നിട്ടുണ്ടെന്ന് സംശയമുണ്ട്. തലയിലെ കരുവാളിച്ച പാടുകൾ പരിക്കിന്റേതാണോ എന്നും പരിശോധിക്കണം. വിഷമുള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ആന്തരാവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്തുവരണം. ഇതിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.